നമസ്കാരം. തദ്ദേശ പോരിലേക്ക് ഈ ചാനലിന്റെ തെരഞ്ഞെടുപ്പ് ഫല തത്സമയ വിവരണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ KP വഹീദയാണ്. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിളങ്ങുന്ന പ്രവർത്തി വെച്ചു. അതോടൊപ്പം ഇപ്പോഴിതാ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് കാടാമ്പുഴ ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് KP വഹീദ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് പോരാട്ടങ്ങളും അതോടൊപ്പം തന്നെ പദ്ധതികളും സ്വപ്നങ്ങളും ഒക്കെ ചോദിച്ചറിയണം. KP വഹീദ, ഡോക്ടർ KP വഹീദ, സ്വാഗതം ഈ ചാനലിൽ. ആദ്യമേ തന്നെ വലിയൊരു വിജയത്തിന് നല്ലൊരു ആശംസ നേരുന്നു. അതോടൊപ്പം എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുമ്പോൾ കാടാമ്പുഴ ഡിവിഷനിലേക്കാണ് എന്നെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാടാമ്പുഴ ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്റെ ഡിവിഷൻ അല്ല. അവിടെ ചെല്ലുമ്പോൾ അവരെന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അതല്ല, 2015 വരെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് സുപരിചിതമായ ഒരു ഏരിയയാണ് മാറാക്കര, ഇരുമ്പിളിയം, എടയൂർ. ഈ 3 പഞ്ചായത്തുകളിൽ നിന്നും കൂടി ആയിട്ട് 66 വാർഡുകളാണ് ഉള്ളത്. അപ്പോൾ അവിടെയുള്ള എന്റെ മുൻകാല പരിചയം, നിലവിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ തുടരുന്ന പരിചയം, പിന്നെ അവിടുത്തെ ആളുകളുമായിട്ട് ആദ്യ പരിചയം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി എന്റെ അന്നത്തെ കന്നി അംഗമായിരുന്നു 2010. എന്നിരുന്നാലും നല്ല രീതിയിൽ അവിടുത്തെ ജനങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ടെൻഷൻ ഏതും ഇല്ലാതെയാണ് ഇത്രയും കാലം അവിടെ പ്രചരണം നടത്തുന്നത്. എന്താണ് ഒരു ഡിവിഷന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ജനങ്ങൾ ഉന്നയിക്കുന്നത്? പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ഇരുമ്പിളിയം പഞ്ചായത്തില്, എടയൂർ പഞ്ചായത്തിലൊക്കെ കുറെ കൂടി നെൽകർഷകരുള്ള ഏരിയ. അവർക്ക് വെള്ളത്തിന്റെ ലഭ്യത കാലാകാലങ്ങളിൽ എല്ലാ സമയത്തും കിട്ടുന്ന രീതിയിൽ കർഷകർക്ക് വേണം എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് പറയുന്നത്. പിന്നെ ജില്ലാത്തിന് കഴിഞ്ഞ വർഷങ്ങളിൽ കേരള സർക്കാരിൽ നിന്ന് മെയിൽസ് ഗ്രാന്റ് ലഭ്യമാകാത്തതിന്റെ പേരിൽ, അത് കേരള സർക്കാർ ജില്ലത്തിന് ആസ്തിയില്ല എന്ന് പറഞ്ഞിട്ട് മെയിൻ്റനൻസ് ഗ്രാന്റ് നൽകാത്തതിന്റെ പേരിലുള്ള 2 റോഡുകളുടെ മെയിൻ്റനൻസ് വർക്ക് കൂടിയില്ല. അതാണ് ഇപ്പോ നിലവിൽ അവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോ കർഷകരുള്ളതെന്ന് പറയുമ്പോൾ ഇരുമ്പിളിയം, എടയൂർ പഞ്ചായത്തുകളൊക്കെ ഇതിലാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ കർഷകരുള്ള ഒരു സ്ഥലമാണ് എടയൂർ എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പൊ എടയൂർ മുളകൊക്കെ വളരെ വലിയ രീതിയിൽ ഫേമസ് ആയി ഭൗമസൂചിക പദവിയൊക്കെ ലഭിച്ചിട്ടുള്ളവരാണ്. അപ്പോ ആ തരത്തിലുള്ള എന്ത് ഇടപെടലാണ് നടത്താൻ പോകുന്നത്? ആ നിന്നിട്ട് അവരിലേക്ക് എടയൂർ മുളകൊക്കെ ലോക പ്രശസ്തമായത്. അപ്പൊ അവർക്ക് ഇനി അതുമായി ബന്ധപ്പെട്ട് എന്താണോ ആവശ്യം എന്നുള്ളത് അവരെ പ്രത്യേകം വിളിച്ച് അന്വേഷിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാനാണ് അതുമായി ബന്ധപ്പെട്ട് എന്റെ മനസ്സിൽ. ആ വർഷങ്ങളായിട്ട് ആ ഫീൽഡിലുള്ള ആളുകളാണ്, അവർക്കാണ് അതിന്റെ ആവശ്യങ്ങൾ അടിത്തട്ടിൽ നിന്ന് പറയാനറിയാം. അപ്പൊ ഇത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഓരോ വിഭാഗത്തിനെയും സെപ്പറേറ്റ് വിളിച്ച് അവരുടെ ചോദിച്ചറിഞ്ഞ് അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം, എന്റെ അനുഭവം തന്നെയാണ് എന്റെ കോൺഫിഡൻസും. ഇപ്പോ കന്നി അംഗത്തില് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, അംഗത്തില് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു. ഈ 3 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏത് തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടെ കോമ്പറ്റബിൾ ആയിരുന്നു? ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കന്നി അംഗത്തിന് ഇതിനെക്കുറിച്ച് എനിക്ക് ഇതിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഒരവസ്ഥയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷമാണ് 3 മത്സരങ്ങളിലാണ് ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന. ജില്ലാ പഞ്ചായത്ത് ഡിഡേറ്റ് എന്ന് പറയുമ്പോൾ 56 വാർഡുകളാണ്. ഇവിടെ മുഴുവൻ ഇന്ന് ഓരോ വോട്ടർമാരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ മാക്സിമം കുടുംബ യോഗങ്ങളിൽ, കവലകളിൽ, അതുപോലെ പുറക്കഴിയാതിരിക്കുന്ന ആളുകൾ, അതിൽ ഏത് പാർട്ടിയാണെന്നൊന്നും നോക്കിയിട്ടില്ല. സുഖമില്ലാതെ അകത്തിരിക്കുകയാണ്. മുമ്പ് അവര് യുവാക്കളായിരുന്ന സമയത്ത് പ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ആളുകൾ, അവരൊക്കെ പോയി കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് തവണ മത്സരിക്കുമ്പോൾ ഞാൻ മത്സരിച്ചത് എന്റെ വാർഡിലല്ല. അവിടെ മുഴുവൻ സമയവും ആ വാർഡിലെ എല്ലാ ജനങ്ങളെയും 2-3 തവണ നേരിട്ട് പോയി. ആദ്യം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോഴും ചുരുക്കം 1-2 വാർഡുകൾ വോട്ടർമാരായിട്ട് പോയി കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യത്യാസം. എന്നിരുന്നാലും റെസ്റ്റ് ഉണ്ടായിട്ടില്ല. 3 പഞ്ചായത്തുകളിൽ നിന്നും ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്തിയാണ്. ഇപ്പോ ഡോക്ടറേറ്റ് നേടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മേഖലയിൽ തന്നെയാണ്. ഇപ്പോ ഈ പൊതുപ്രവർത്തകരുടെ കാര്യങ്ങൾ, പാഠ്യവിഷയം, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുരംഗത്ത് നടപ്പാക്കുന്നത്? സ്ത്രീ ശാക്തീകരണമാണ്, പൊളിറ്റിക്കൽ എംപവർമെന്റ്
അതുമായി ഇപ്പൊ തന്നെ മുഴുവൻ വനിതാ മെമ്പർമാരെ ഇലക്ഷന് ശേഷം ആദ്യം തന്നെ അവരെ വിളിച്ചിരുത്തി. ഞാനത് അവിടെ പാർട്ടി സൂചിപ്പിച്ചു കഴിഞ്ഞു. വനിതാ മെമ്പർമാരെ വിളിയിട്ട് പുതിയതായിട്ട് വന്ന ഒരുപാട് സ്ത്രീകൾ അവർക്ക് നിർദ്ദേശങ്ങൾ, അത് ഭരണകാര്യത്തിൽ മാത്രമല്ല, ഈ 5 വർഷം കഴിയുമ്പോഴേക്കും പുറത്തിറങ്ങുന്നത് ഇന്ന് ഇവിടുന്ന് ജയിച്ച് ആഹ്ലാദ പ്രകടനത്തിൽ പോയ ഒരാളല്ല 5 വർഷം കഴിഞ്ഞ് ഇറങ്ങേണ്ടതും അങ്ങനെയല്ല. അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ വനിതകൾക്ക് വേണ്ട അതാണ് എൻ്റെ മൈൻഡിൽ ആദ്യം ഉള്ളത്. തുടർന്ന് ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. അവിടെ രാഷ്ട്രീയമില്ല, ജയിച്ചു വന്ന എല്ലാ വനിതാ മെമ്പർമാരെയും ഒപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാനുണ്ടാവും. ഓക്കെ, എന്തായാലും ഓക്കെ, താങ്ക് യു.